ലോകം പുതുവർഷം ആഘോഷിച്ച ഇന്നലെ കൊച്ചി വഞ്ചി സ്ക്വയറിൽ നടന്നത് ഒരു പിച്ചയെടുപ്പ് സമരമാണ്. ഹൈസ്കൂളുകളിൽ ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കാൻ താൽക്കാലിക അധ്യാപകർ മതിയെന്ന സർക്കാർ ഉത്തരവിനെതിരെ PSC ഉദ്യോഗാർത്ഥികളാണ് ഈ വേറിട്ട സമരം നടത്തിയത്. സർക്കാർ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ധനസമാഹരണത്തിനായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ വ്യത്യസ്തമായ ഈ സമരം. വളരെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായി മുൻനിരയിലുള്ള റാങ്കിൽ വന്നിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒരു നിയമനം കിട്ടുന്നില്ല. ഇംഗ്ലീഷ് ഭാഷയോട് മാത്രമാണ് ഈ അവഹേളനം. സത്യത്തിൽ ഞങ്ങളുടെ ഗതികേടാണ്. ഒറ്റ നിയമനം പോലും നടന്നിട്ടില്ല. ഞാൻ എറണാകുളം ജില്ലയിൽ 8ാം റാങ്കുകാരിയാണ്. ആദ്യത്തെ ഒരു 10 റാങ്കിലൊക്കെ വരിക എന്ന് പറയുന്നത് ഒത്തിരി എഫേർട്ടുള്ള ഒരു കാര്യമാണ്. ലോകം ഇന്നലെ പുതുവർഷം ആഘോഷിച്ചു. എന്നാൽ കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ഒരു കൂട്ടം യുവതീ യുവാക്കൾ പിച്ചയെടുക്കുകയായിരുന്നു. HST ഇംഗ്ലീഷ് PSC പരീക്ഷയിൽ ഉയർന്ന റാങ്കുള്ള ഉദ്യോഗാർത്ഥികളാണിവർ. സർക്കാർ സ്കൂളുകളിൽ നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയെ കാലങ്ങളായി കാത്തിരിക്കുന്നവർ. റാങ്കിൽ മുന്നിലെത്തിയിട്ടും പുറത്തു നിൽക്കേണ്ടി വന്നവർ. അവരുടെ വേറിട്ട പ്രതിഷേധമായിരുന്നു ഇത്. കേരളത്തിലെ ഭൂരിഭാഗം സർക്കാർ ഹൈസ്കൂളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷ് അധ്യാപകരല്ല. മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരോ താൽക്കാലിക നിയമനം ലഭിച്ചവരോ ആണ്. മലയാളവും ഹിന്ദിയും പഠിപ്പിക്കുന്നത് പോലെ ഇംഗ്ലീഷിനും സ്ഥിരാധ്യാപകരെ നിയമിക്കണമെന്ന് 2021 കോടതി ഉത്തരവിട്ടു. വർഷമിത്ര കഴിഞ്ഞിട്ടും താൽക്കാലിക അധ്യാപകർ മതിയെന്ന നീക്കമാണ് സർക്കാരിന്റേതെന്ന് ഉദ്യോഗാർത്ഥികൾ ആരോപിക്കുന്നു. സർക്കാർ നിലപാടിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ധനസമാഹരണത്തിന് പിച്ചയെടുപ്പ് സമരവുമായി ഒടുവിൽ ഉദ്യോഗാർത്ഥികൾക്ക് രംഗത്തു വരേണ്ടി വന്നു. ഞങ്ങൾ പഠിക്കാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച ആളുകളാണ്. എന്നിട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി കിട്ടാതെ പോകാന്ന് പറയുന്ന വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി എന്നതിലുപരി വളർന്നു വരുന്ന തലമുറയോട് സർക്കാർ കാണിക്കുന്ന ഒരു അനീതി തന്നെയാണ്. സോഷ്യൽ സയൻസ് മലയാളം ടീച്ചേഴ്സൊക്കെ ഒരുപാട് പേര് ജോലിയിൽ കയറി കഴിയുമ്പോഴും നമ്മൾ എവിടെയും എത്താതെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ അത് വേറെയാണ്. ഈ ഗ്ലോബൽ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് മറ്റ് അധ്യാപകരായതുകൊണ്ട് ഇത് കുട്ടികളിൽ വളരെ വളരെ വലിയ ഒരു ശോഷണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങേണ്ടത് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം പോലും കുട്ടികൾക്ക് അറിയത്തില്ല. ഞങ്ങളെ ഒന്നും 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് ഇംഗ്ലീഷ് പഠിച്ചവരല്ല എന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇന്നലെ കൂടി ഒരു കുട്ടി പറഞ്ഞതാണ്. ഇംഗ്ലീഷ് നിലവാരത്തിൽ ഒരുപാട് പിന്നിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ. ഇതിന് കാരണം ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി പഠിച്ച അധ്യാപകർ കുറവായതാണ്. വർഷങ്ങളായി PSCയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇംഗ്ലീഷ് വിഭാഗത്തിൽ 1ാം റാങ്കുകാരനെ പോലും നിയമിക്കാത്ത നിരവധി ജില്ലകളുണ്ട്. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഇംഗ്ലീഷിന് മാത്രം സ്ഥിര അധ്യാപകരെ നിയമിക്കാൻ സാധിക്കില്ല എന്ന വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. PSC പരീക്ഷയിൽ ഉയർന്ന റാങ്കുണ്ടായിട്ടും ഇംഗ്ലീഷ് അധ്യാപകരാകണമെന്ന മോഹം ഉള്ളിലൊതുക്കി പിച്ചയെടുക്കേണ്ട അവസ്ഥയാണ് ഈ ഉദ്യോഗാർത്ഥികൾക്ക്. ഈ പുതിയ വർഷത്തിലെങ്കിലും പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് നിയമനം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അധികൃതർ ഇടപെടേണ്ട, പരിഹരിക്കേണ്ട വിഷയമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്.